ഹായ്, ഞാൻ അരുൺ ശിവൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വൈറ്റ് ബാലൻസിനെ കുറിച്ചാണ്. ഓക്കെ, പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, വൈറ്റ്, കുറേ കളേഴ്സ് അല്ലേ. നമ്മൾ ഈ ഹ്യൂമൺ ബ്രെയിൻ അല്ലെങ്കിൽ ഹ്യൂമൺ ഐക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കളേഴ്സിനെല്ലാം സെൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് ഹ്യൂമൻ ബ്രെയിനിൽ ഈ ഇൻഫർമേഷൻ എത്തുമ്പോൾ അതിന് വേർതിരിച്ച് കാണാനായിട്ടും മനസ്സിലാക്കാനുമായിട്ടുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ ക്യാമറയ്ക്ക് അങ്ങനെയല്ല. ഇപ്പോൾ മുമ്പ് കാണിച്ച എല്ലാ കളേഴ്സും അല്ലെങ്കിൽ കളർ ടെമ്പറേച്ചേഴ്സും വരുമ്പോൾ ക്യാമറ റീഡ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ലൈറ്റ്സ് വരുന്നു. ആ ലൈറ്റിനെ ഡേറ്റയായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജുകളായിട്ട് മാറ്റുക, അങ്ങനെ ഒരു പ്രോസസ്സിങ് മാത്രമേ ക്യാമറയ്ക്ക് അറിയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പച്ച ഏതാ ചുവപ്പ് ഏതാ അങ്ങനെ കളേഴ്സിനെ സെൻസ് ചെയ്യാൻ പറ്റില്ല, അതിന് ബ്രെയിനില്ല, ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്യാമറ എടുത്ത് പറയുകയാണ് ഇത് വൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വൈറ്റ് കളേഴ്സിനെ വെച്ചിട്ട് ക്യാമറ എല്ലാ കളേഴ്സിനെയും തിരിച്ചറിയാൻ പറ്റും. അതായത് ആ വൈറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് മറ്റ് കളേഴ്സ് വാല്യൂസ് അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് അറിയുകയും അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിനനുസരിച്ച് അത് മനസ്സിലാക്കുകയും എല്ലാ കളേഴ്സും കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും. ഈ വൈറ്റിനെ കാണിച്ചു കൊടുക്കുന്ന ഈ പ്രോസസ്സിനെ നമുക്ക് വൈറ്റ് ബാലൻസ് എന്ന് വിളിക്കാം. വൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഗ്രേ കാർഡാണ് ഉപയോഗിക്കേണ്ടത്. ഗ്രേ കാർഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 13 to 80% ഗ്രേ ഉള്ള കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. അത് ഡിഫറൻറ്റ് ക്യാമറ മാനുഫാക്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യത്യസ്തപ്പെടാം. ജനറലായിട്ട് പറയുകയാണെങ്കിൽ 13 മുതൽ ഒരു 18 വരെയുള്ള പെർസെൻറ്റേജിലുള്ള ഗ്രേ കാർഡാണ് ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ വൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് വൈറ്റ് തെർമോക്കോൾസുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കളർ ടെമ്പറേച്ചർ നമുക്ക് കിട്ടും, കറക്റ്റ് കളർ ബാലൻസിങ് കിട്ടും. അപ്പോൾ അങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. റോങ് ആയിട്ടുള്ള വൈറ്റ് ബാലൻസ് മോഡാണ് കിടക്കുന്നതെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യം കാണിച്ച പോലെ ഡിഫറൻറ്റ് കളർ ടോണുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പിക്ചർ കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ പിക്ചറിൻ്റെ ബ്യൂട്ടിയെ ഒക്കെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള വൈറ്റ് ബാലൻസ് ചെയ്തിട്ടേ നമ്മൾ ഫോട്ടോ എടുക്കാവുള്ളൂ. ഇത്രയുമാണ് വൈറ്റ് ബാലൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്.